വസ്ത്രധാരണത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല. നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണത്? ഒരു ജോലിയുടെ ഭാഗമായിട്ട് ഒരു വനിത, ഒരു സ്ത്രീ ഒരു പോലീസ് ഓഫീസറായി, ആ സ്ത്രീ നല്ല മനോഹരമായ വസ്ത്രം ധരിച്ച് വന്നാൽ ആ ജോലിയിലേക്ക് കയറാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു യൂണിഫോം ഉണ്ട്. പോലീസ് ജോലിക്ക് ഒരു യൂണിഫോം ഉണ്ട്. ആ യൂണിഫോം ധരിക്കൽ നിർബന്ധമായ സന്ദർഭങ്ങളിൽ അത് ധരിച്ചേ പറ്റും. ആ യൂണിഫോമിന്റെ വേഷം ധരിക്കാതെ എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം, എൻ്റെ വസ്ത്ര സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ പല സ്വാതന്ത്ര്യത്തിന്റെയും പേര് പറഞ്ഞ് എനിക്ക് ഇവിടെ ഞാൻ ഉദ്ദേശിച്ച ഡ്രസ്സ് ഞാൻ ഇടൂ എന്ന് വാശി പിടിക്കാൻ നിർവാഹമുണ്ടോ? ഇല്ല. കാരണം എന്തേ? ഈ ജോലിയെ അവർ അംഗീകരിച്ചു കഴിഞ്ഞു. ഈ ജോലിയെ അംഗീകരിച്ചത് കൊണ്ട് തന്നെ ആ ജോലിയുമായി ബന്ധപ്പെട്ട് അതിനെ തുടർന്ന് വരുന്ന നിയമങ്ങൾ അംഗീകരിക്കാൻ അവർ ബാധ്യസ്ഥരായി എന്നുള്ളതാണ്. ഇത് വെറും ഒരു പോലീസ് ജോലി മാത്രമല്ല. അപ്പൊ അവിടെ ആരും പറയുന്നില്ല ഇത് വസ്ത്രബന്ധത്തിനെതിരാണ് എന്ന്. ഇതുപോലെ തന്നെ മറ്റു പല ഡോക്ടർമാരാകുമ്പോൾ അവർക്കും ഒരു ചില പ്രത്യേക വേഷവിധാനങ്ങളുണ്ടാവും. നഴ്സുമാർക്ക്, ഹോസ്പിറ്റലിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന നഴ്സുമാർ, വലിയ സേവനങ്ങൾ ചെയ്യുന്ന നഴ്സുമാർ, അവർക്കും ഒരു അവരുടേതായ ഡ്രസ് കോഡുകളുണ്ട്. പട്ടാളക്കാർക്കുണ്ട് പ്രത്യേകം യൂണിഫോം. അങ്ങനെ പലർക്കും ഏകദേശം ഷോപ്പുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ടെക്സ്റ്റൈൽസ് ഷോപ്പുകളിലൊക്കെ പോയാൽ അവിടെയുള്ള സ്ത്രീകൾക്കും ചില പ്രത്യേകം ഡ്രസ് കോഡ് ഉണ്ട്. ഈ ഡ്രസ് കോഡുകൾ ഇട്ടുകൊണ്ടേ അങ്ങോട്ട് വരാവൂ എന്നുള്ളതാണ് അവിടുത്തെ നിയമങ്ങൾ. അത് അംഗീകരിക്കാതിരിക്കാൻ കഴിയോ? ഇല്ല. ആ ജോലി അത് ഇഷ്ടപ്പെട്ടാൽ പിന്നെ അതിനെ തുടർന്ന് വരുന്ന നിയമങ്ങൾ പാലിച്ചേ പറ്റൂ എന്നുള്ളതാണ്. അപ്പൊ ഇതെല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ഈ കാര്യം ചെയ്യുമ്പോൾ ഒരാളും വേറൊരു സംഗതി പറയില്ല. കാരണം എന്താണ്? ഇതിന്റെ പിന്നിൽ ഈ ജോലി ഇഷ്ടപ്പെട്ട് ഞാൻ അംഗീകരിച്ചതാണ്, അതുകൊണ്ട് അതിനെ തുടർന്ന് വരുന്ന നിയമം പാലിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഇതൊക്കെ ജോലി ചെയ്യുന്നത് ഇന്ത്യ രാജ്യത്ത് തന്നെയല്ലേ, ഈ വസ്ത്ര സ്വാതന്ത്ര്യമുള്ള രാജ്യത്ത് തന്നെയല്ലേ ആണ്. പക്ഷെ അവിടെ ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്നതുപോലെ തന്നെയാണ് ഒരാൾ ഒരു ദീന്, ഒരു മതം, പരിശുദ്ധ ഇസ്ലാമിനെ മതമായി ഒരാൾ അംഗീകരിച്ചാൽ, അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ തുടർന്ന് വരുന്ന മറ്റു നിയമങ്ങളും അവർ പാലിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. നമ്മൾ മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ചിലർ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ്. മനഃപൂർവ്വം ഇസ്ലാമിനെ കരിവാരി തേക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ മറച്ചു വെക്കുകയാണ്. അപ്പോൾ ഒരാൾ ഇസ്ലാമിനെ അംഗീകരിച്ച ആളാണെങ്കിൽ അവർ അതിനെ തുടർന്ന് വരുന്ന മറ്റു ഇസ്ലാമിക നിയമങ്ങളെയും കൂടി അംഗീകരിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. അവർ അംഗീകരിക്കുന്നുള്ളത് അവരുടെ ഒരു കടപ്പാടാണ്, അവരുടെ ബാധ്യതയാണത്. അല്ല അവർ അംഗീകരിച്ച മതത്തോട് കാണിക്കുന്ന കൂറാണത്.